ഗൈസ്, ഇന്ന് നമ്മൾ ഒരേ ഒരാളെ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ പാറപ്പുറത്ത് വലിഞ്ഞേറി പോകുന്നത് കേട്ടോ. നമ്മൾ ലക്ഷ്യം വെക്കുന്ന ഈ ഒരു ആശാന് വേണ്ടി ചാളമീനാണ് കട്ട് ചെയ്തിടാൻ പോകുന്നത്. ഇത് കാണുമ്പോൾ തന്നെ മിക്ക ആൾക്കാർക്ക് മനസ്സിലാവും നമ്മൾ ട്രൈ ചെയ്യുന്നത് ചെമ്പല്ലിക്ക് വേണ്ടിയാണ് കേട്ടോ. സമയം പാതിരാത്രി ആയതുകൊണ്ട് തന്നെ ചാളമീൻ കൊരുത്ത് വെള്ളത്തിലിട്ടാൽ ഇവിടെ വലിയ ഒരു ശല്യക്കാരനുണ്ട്. ഫിഷിംഗ് അങ്ങോട്ട് തുടങ്ങി നമ്മുടെ തൊട്ടപ്പുറത്ത് കൈച്ചൂണ്ട് ഇട്ടോണ്ടിരുന്ന നമ്മുടെ ജ്യോതി ബ്രോയ്ക്ക് ഫസ്റ്റ് ശല്യക്കാരൻ അടിച്ചു കയറിയിട്ടുണ്ട്. സംഭവം ഈല് മീനാണെങ്കിലും ഇവനെ അഞ്ചാള പാമ്പ് എന്നൊക്കെ ലോക്കലി വിളിക്കാറുണ്ട്. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് മാലപ്പടക്കത്തിന് തിരി കൊളുത്തിയ പോലെ ആയിപ്പോയി കേട്ടോ. സംഭവം മറ്റൊന്നുമല്ല, ചാളമീൻ വെള്ളത്തിൽ വീണാൽ സ്പോട്ടിൽ പാമ്പടി. 1, 2, 3 അങ്ങനെ ഏകദേശം 8ഓളം പാമ്പിനെയാണ് നമ്മൾ വലിച്ചു കയറ്റിയിരിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ടൊന്നും നമ്മൾ അങ്ങനെ തളർത്തില്ല കേട്ടോ. കാരണം ഒരു അവസരത്തിൽ ചെമ്പല്ലിയുടെ സ്ട്രൈക്ക് കിട്ടും എന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. അങ്ങനെ ഇരുന്നിരുന്ന് നമ്മൾ വിചാരിച്ച പോലെ ഒരു അടിപൊളി സ്ട്രൈക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ബേറ്റ് എടുത്ത ചെമ്പല്ലി അവന്റെ മാക്സിമം ഓടി നടന്ന് ലൈൻ പൊട്ടിക്കാനായി നല്ല ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീരെ ചെറിയ ഹുക്ക് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ബലപ്രയോഗം നടത്താതെ അവനെ കളിപ്പിച്ച് തളർത്തി നമ്മളങ്ങ് കരയെ കയറ്റി കേട്ടോ. വെയിറ്റ് കാരണം സ്റ്റിക്കിന് പൊക്കിയെടുക്കാൻ കഴിയാത്തോണ്ട് നമ്മുടെ ജ്യോതി ബ്രോ ഇറങ്ങി ചെന്നിട്ടാണ് ഇവനെ ചെകളിൽ പിടിച്ച് കരയിലേക്ക് തൂക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം എന്നാൽ തുടങ്ങിയ ടൈം വെച്ച് നോക്കുമ്പോൾ ഏകദേശം 4 മണിക്കൂറിന് ശേഷമാണ് നമുക്ക് ഇവനെ അടിച്ചു കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇതെല്ലാം കണ്ടുകൊണ്ട് മലയുടെ മുകളിൽ അയ്യപ്പനെ പോലൊരു ആളിരിപ്പുണ്ട് കേട്ടോ.